ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചൊരു MCQ ആണ്. ദെൻ ഇത് വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? സൈൻ പൈ എക്സ് അപ്പോൺ എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ x1 x2 എക്സെട്ര അപ് ടു x എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമങ്ങളാണ്. ദെൻ y1 y2 y3 എക്സെട്ര അപ് ടു y എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ മിനിമങ്ങളാണ്. ദെൻ പിന്നെ എന്താണ്? കുറെ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? x1 is less than y1. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? xn belongs to 2n, 2n plus half for all n. Then third option എന്താ? mod of xn minus yn is always greater than 1. And last option xn plus 1 minus xn is always greater than 2. നോക്കിയാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ തന്ന ഫംഗ്ഷന്റെ അഥവാ തന്ന ഫംഗ്ഷൻ എന്താ? സൈൻ പൈ എക്സ് അപ്പോൺ എക്സ് സ്ക്വയർ. ഈ തന്ന ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയും പോയിന്റ് ഓഫ് ലോക്കൽ മിനിമങ്ങളും നമ്മൾ കണ്ടെത്തണം. എന്നിട്ടേ നമുക്ക് ഈ ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോ ഈ തന്ന ഫംഗ്ഷൻ ഓഫ് കോഴ്സ് ഇതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോ ഈ ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എങ്ങനെ കണ്ടെത്തുക? ഞാൻ അതിന്റെ സ്ലോപ്പ് കണ്ടെത്തും. എന്നിട്ട് സ്ലോപ്പ് 0 വരുന്ന പോയിന്റ് കണ്ടെത്തും, അഥവാ ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടെത്തും. ക്രിട്ടിക്കൽ പോയിന്റുകൾ ഇറ്റ് ക്യാൻ ബി ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഓർ ഇറ്റ് ക്യാൻ ബി ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ആസ് വെൽ. ദെൻ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണെങ്കിൽ സ്ലോപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യും? സ്ലോപ്പ് പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്യും. പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യും? സ്ലോപ്പ് നെഗറ്റീവ് പോസിറ്റീവ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കാണാം. ക്രിട്ടിക്കൽ പോയിന്റ് കാണൽ എങ്ങനെയാണ്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്താ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും നോക്കിയാ? ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? യൂസിങ് കോഷ്യന്റ് റൂൾ. അടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മുകൾ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ പൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് പൈ എക്സ് ഇൻറ്റു പൈ മൈനസ് മുകൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അടി സൈൻ പൈ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അടി എന്താ? 2x ഡിവൈഡഡ് ബൈ എന്താ വരിക? അടി സ്ക്വയർ. അടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എക്സ് ടു ദ പവർ 4 അല്ലേ? നോക്കിയാ, ഈ സ്ലോപ്പ് 0 വരുന്ന പോയിന്റുകളാണല്ലോ ക്രിട്ടിക്കൽ പോയിന്റ്. ദെൻ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? എക്സ് എല്ലായിടത്തുണ്ടെക്ക് വെട്ടിക്കളയാം. ഇവിടുന്ന് എക്സ് പോയി, ഇവിടുന്ന് എക്സ് പോയി, ഇവിടുന്ന് എക്സ് പോയി, അവിടെ എക്സ് ക്യൂബ് വരും. അപ്പൊ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് കോസ് പൈ എക്സ് ഇൻറ്റു പൈ അല്ലെ? എക്സ് കോസ് പൈ എക്സ് ഇൻറ്റു പൈ ദെൻ മൈനസ് 2 സൈൻ പൈ എക്സ് അപ്പോൺ എക്സ് ക്യൂബ് അല്ലേ? ഇനി ഇവര് 0 വരുന്ന പോയിന്റുകളാണ് ആദ്യം കണ്ടെത്തേണ്ടത്, അഥവാ ക്രിട്ടിക്കൽ പോയിന്റുകളാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്തു അറിയോ? കോസ് പൈ എക്സിനെ പുറത്തെടുത്തു. കോസ് പൈ എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? കോസ് പൈ എക്സ് പുറത്തു വന്ന പൈ എക്സ് മൈനസ് 2 ടാൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്നല്ലേ വരിക? ദെൻ ഈ ഒന്നല്ലെങ്കിൽ കോസ് പൈ എക്സ് 0 വരാം, അല്ലാന്നുണ്ടെങ്കിൽ പൈ എക്സ് മൈനസ് 2 ടാൻ പൈ എക്സ് 0 വരാം. കോസ് പൈ എക്സ് 0 വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാവും നോക്കിയാ? ഒന്നല്ലെങ്കിൽ ഇത് 0 വരാം, അല്ലെങ്കിൽ ഇത് 0 വരാം. അവിടെ എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. അപ്പൊ കോസ് പൈ എക്സ് 0 വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഹാഫ്, 3/2, 5/2, 7/2, 9/2 എക്സെട്ര ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ടാവും. കാരണം എക്സിന്റെ വാല്യൂ ഹാഫ് കൊടുത്ത കോസ് 5/2 0 ആണ്, കോസ് 3/2 0 ആണ്, കോസ് 5/2 ദെൻ 7/2 ഒക്കെ എന്താണ്? 0 ആണ്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ അറിയോ? എക്സിന്റെ വാല്യൂ ഹാഫ്, 3/2, 5/2, 7/2 ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻ പൈ എക്സ് അൺഡിഫൈൻഡ് ആവും. അഥവാ ഇവിടെ ടാൻ π/2, ടാൻ 5π/2, ദെൻ ടാൻ 7π/2 എന്നൊക്കെയാണ് വരിക. അഥവാ ഇയാൾ എന്താണ്? ഡിഫൈൻഡ് അല്ലാതാവും. അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂല. ദെൻ അപ്പോ ഈ പോയിന്റുകൾ ഞാൻ ക്രിട്ടിക്കൽ പോയിന്റ് ആക്കി എടുക്കാൻ പറ്റൂല. ചുരുക്കം പറഞ്ഞാൽ ഇത് 0 വരുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇത് എന്തല്ല? ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ് എവിടെ നിന്ന് കിട്ടുക? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 0 വരുന്ന പോയിന്റുകളായിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ്. ചുരുക്കം പറഞ്ഞാൽ പൈ എക്സ് മൈനസ് 2 ടാൻ പൈ എക്സ് എന്ത് വരുന്ന പോയിന്റുകൾ? 0 വരുന്ന പോയിന്റുകളായിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണണം? എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുത്താലാണ് പൈ എക്സ് മൈനസ് 2 ടാൻ പൈ എക്സ് 0 വരിക എന്ന് കണ്ടെത്തണം. നോക്കിയാ, ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നറിയോ?
ഇവിടെ ഒന്ന് പൈ എക്സ് ആണ്, ഒന്ന് ആൾജിബ്രിക് ഫംഗ്ഷൻ ആണ്, ഒന്ന് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ആണ്. ഇത് രണ്ടും ഈക്വൽ ആകുന്ന പോയിന്റുകൾ ഏതാന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഗ്രാഫ് വരക്കാതെ വേറെ നിവൃത്തില്ല. അഥവാ രണ്ടും രണ്ട് ടൈപ്പിലുള്ള ഫംഗ്ഷൻ ആണ്. അഥവാ ഇതൊരു ട്രാൻസ്കാൻഡൽ ഇക്വേഷൻ ആണ്. അഥവാ ഒന്നിലേറെ ടൈപ്പിലുള്ള ഫംഗ്ഷനുകൾ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഗ്രാഫ് വരക്കാതെ വേറെ നിവൃത്തില്ല. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് പൈ എക്സ് മൈനസ് 2 ടാൻ പൈ എക്സ് ഈക്വൽ ടു 0 വരാന്ന് കണ്ടെത്തി നോക്കാം. അപ്പോ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോൾവ് ചെയ്യാം. ഐ മീൻ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. പോയിന്റ് കണ്ടെത്താൻ വേണ്ടിട്ട് ഇത് 0 വരുന്ന പോയിന്റുകൾ ഞാൻ കണ്ടെത്താൻ പോവാണ്. എങ്ങനെ? ഗ്രാഫിക്കലി കണ്ടെത്താൻ പോവാണ്. അപ്പൊ ഇത് ഗ്രാഫിക്കലി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പൈ എക്സും 2 ടാൻ പൈ എക്സും ഈക്വൽ ആയി വരുന്ന പോയിന്റുകൾ കണ്ടെത്തിയാൽ മതി. എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുത്താലാണ് ഇത് ഈക്വൽ ആവുമെന്ന് കണ്ടെത്തിയാൽ മതി. അതിന് ഞാൻ എന്ത് ചെയ്യും? 2 ടാൻ പൈ എക്സിന്റെ ഗ്രാഫും പൈ എക്സിന്റെ ഗ്രാഫും വരക്കും. എന്നിട്ട് ഈ രണ്ട് ഗ്രാഫും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. അപ്പൊ ഓഫ് കോഴ്സ് അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഇതിന്റെ രണ്ടിന്റെ വാല്യൂ സെയിം ആവും. അപ്പൊ ഡിഫറൻസ് 0 വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വരക്കാം. ദെൻ നമുക്കറിയാം ടാൻ എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം. ടാൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ നോക്കിയാൽ -π/2 ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കർവ് വരും. ദെൻ π/2 3π/2 ഇടയിൽ ഒരു കർവ് വരും. അങ്ങനെ കർവുകൾ ഇങ്ങനെ നീണ്ടു പോകും. ദെൻ ടാൻ പൈ എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരാറോ? ടാൻ എക്സിന്റെ ഗ്രാഫ് വരക്കുക. അതിന്റെ ഗ്രാഫിന്റെ വിഡ്ത്തിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? പൈ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടാൻ പൈ എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാഫിന്റെ വിഡ്ത്തിനെ പൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടാൻ 2π x എന്ന് പറയുമ്പോൾ ഗ്രാഫിന്റെ വിഡ്ത്തിനെ 2π ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കിയാ നമ്മള് ടാൻ പൈ എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരും? നമുക്ക് പോസിറ്റീവ് സൈഡിലുള്ള ഗ്രാഫ് മാത്രം മതി. കാരണം ഈ ഫംഗ്ഷനിൽ ഫീഡ് ചെയ്യുന്ന വാല്യൂസ് എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ. എക്സ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ എങ്ങനെ ടാൻ പൈ എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരാൻ നോക്കാം. ഇവിടെ ഹാഫ് മാർക്ക് ചെയ്തു. ദെൻ 3/2 മാർക്ക് ചെയ്തു. 5/2 മാർക്ക് ചെയ്തു. 7/2 മാർക്ക് ചെയ്തു. 9/2 മാർക്ക് ചെയ്തു. ദെൻ നോക്കിയാ ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ വരച്ചു. ദെൻ ഇങ്ങനെ ഒരു കർവ് വരും. ഇതിപ്പോ ഇവിടെ ടാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ π/2 3π/2 5π/2 എന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ പോയത്. ഇവിടെ ടാൻ പൈ എക്സ് ആയതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്ന ആ പോയിന്റുകളെ പൈയ്യേക്ക് ഡിവൈഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഇവിടെ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ദെൻ നോക്കിയാ ഇതിന്റെ ഇടയിൽ എങ്ങനെ ഗ്രാഫ് വരിക? ഇവിടെ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ ടാൻ പൈ വരും. ടാൻ പൈ 0 ആണ്. ദെൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരച്ചു, അഥവാ അസിംപ്ടോട്ട് വരച്ചു. ദെൻ ഇങ്ങനെ ഒരു കർവ് ഉണ്ടാകും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ. ദെൻ ഇവിടെ 2 ഉണ്ടാകും. ദെൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരച്ചു. ദെൻ ഇങ്ങനെ ഒരു കർവ് ഉണ്ടാകും. ദെൻ ഇതിപ്പോ എന്തിന്റെ ഗ്രാഫാ? ടാൻ പൈ എക്സിന്റെ ഗ്രാഫ്. 2 ടാൻ പൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതേ ഗ്രാഫിനാണ് വരിക. കാണാൻ ഇതേ ക്വാളിറ്റിയിൽ തന്നെ കാര്യം, പക്ഷെ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവും മേലേക്ക്. ദെൻ ഇവിടെ 3 ഉണ്ടാകും. ദെൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാകും. ദെൻ പിന്നെന്താ വരിക? ഇങ്ങനെ ഒരു കർവ് ഇവിടെ ഉണ്ടാവും. ദെൻ ഒരു കർവ് കൂടി വരക്കാം. ഇവിടെ 4. ദെൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ദെൻ ഇതാണ് ഇപ്പൊ എന്തിന്റെ ഗ്രാഫ്? 2 ടാൻ പൈ എക്സിന്റെ ഗ്രാഫ് നമുക്ക് ഇതേപോലെ തന്നെയാണ് വരിക. ദെൻ അപ്പോ ഇതിന്റെ ഗ്രാഫ് വരച്ചു. ഇനി എന്തിന്റെ ഗ്രാഫ് വരക്കണ്ട്? y = പൈ എക്സിന്റെ ഗ്രാഫ് വരക്കണം. y = പൈ എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് സ്ലോപ്പ് പൈ. ദെൻ അപ്പൊ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അഥവാ ആ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വരും? ആ സ്ട്രെയിറ്റ് ലൈൻ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകും ഇങ്ങനെ വരിക അല്ലെ? ഇതിപ്പോ പൈ എക്സ് ആണ്. y = പൈ എക്സ്. ദെൻ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റില് ടാൻ പൈ എക്സ് 2 ടാൻ പൈ എക്സിന്റെ വാല്യൂവും പൈ എക്സിന്റെ വാല്യൂവും സെയിം ആകും. അപ്പോ ഇതിന്റെ ഡിഫറൻസ് എന്ത് വരും? 0 വരും. അപ്പോ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ഓഫ് കോഴ്സ് 0-ൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 0 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കണക്കാക്കില്ല. ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, അഥവാ ഈ രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലെ? 1-ന്റെ 3/2 ഇടയിൽ. പിന്നെ ഉള്ളത് ഏതാ? 2-ന്റെ 5/2 ഇടയിൽ വേറൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. 3-ന്റെ 7/2 ഇടയിൽ വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. 4-ന്റെ 9/2 ഇടയിൽ വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, ആൻഡ് സോ ഓൺ. അപ്പൊ നമുക്ക് കുറെ ക്രിട്ടിക്കൽ പോയിന്റുകൾ കിട്ടി. ഏതൊക്കെ നോക്കിയാൽ ഞാൻ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
1-ന്റെയും 3/2 ഇടയിൽ 1 ഇവിടെ പ്ലോട്ട് ചെയ്തു, പിന്നെ 3/2 അഥവാ 1.5 ഇവിടെ പ്ലോട്ട് ചെയ്തു. ഇതിന്റെ ഇടയിൽ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ് മിനിമം ആണെന്നൊക്കെ അറിയാം. പിന്നെ ഇവിടെ ഉള്ള 2-ന്റെയും 2.5 ഇടയിൽ, അപ്പോ ഇവിടെ നോക്കിയാ ഇവിടെ 2 ഉണ്ടാകും, ദെൻ ഇവിടെ 5/2 ഉണ്ടാകും. അപ്പൊ 2-ന്റെയും 2.5 ഇടയിൽ വേറൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ദിസ് പോയിന്റ് ക്യാൻ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ഓർ മിനിമം ആസ് വെൽ. ദെൻ പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ 3-ന്റെയും 3.5 ഇടയിലുണ്ട്. അപ്പൊ 3 മക്കളെ ഇവിടെ ഉണ്ട്. ദെൻ 7/2 പറഞ്ഞാൽ അവിടെയാണ് വരിക. ഇതിന്റെ ഇടയിൽ 3-ന്റെയും 3.5 ഇടയിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് 4-ന്റെയും 4.5 ഇടയിൽ 9/2 പറഞ്ഞാൽ അവിടെയാണ്. ഇതിന്റെ 2-ന്റെ ഇടയിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലെ. ഈ പോയിന്റുകൾ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്യണം ഈ പോയിന്റുകള് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ എങ്ങനെ ചെക്ക് ചെയ്യാം. നോക്കിയാ 1-ന്റെയും ഈ പോയിന്റിന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. അവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് വരുന്നത് നോക്കുക. എന്നിട്ട് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന പാറ്റേൺ നോക്കിയാൽ മതി. പോസിറ്റീവ് എന്ന് നെഗറ്റീവ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെ നോക്കാം? നമുക്ക് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്ന ചിഹ്നമാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കിയാ 1-ന്റെയും ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ഞാൻ ഇവിടെ ഫീഡ് ചെയ്ത് നോക്കുക. 1-നേക്കാൾ ഒരു സ്വല്പം കൂടി, അപ്പൊ സ്ലോപ്പ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് വരുന്നത് നോക്കുക. 1-നേക്കാളും ഒരു സ്വല്പം കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് പൈ പ്ലസ് സംതിങ് ആണ് വരിക. അഥവാ അത് തേർഡ് ക്വാഡ്രന്റിലുള്ള ഒരു ആംഗിൾ ആണ് വരിക. തേർഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ആണ് വരിക. ദെൻ ഇവിടെ നോക്കിയാ പൈനേക്കാൾ ഒരു സ്വല്പം കൂടിയാ ഇവിടെ പൈ പ്ലസ് സംതിങ് വരും അല്ലെ. പൈ പ്ലസ് സംതിങ് അഥവാ ഇത് പോസിറ്റീവ് വികാരം. ദെൻ ഇവിടെ എന്താ വരിക? നമ്മൾ 1-നേക്കാൾ ഒരു സ്വല്പം കൂടി 1 ആകുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ 1 ആകുമ്പോ എക്സിന് 1 കൊടുത്താൽ ഈ വാല്യൂ 0 വരും. tan π 0. 1-നേക്കാളും ഒരല്പം കൂടിയ tan π x ന്റെ ഗ്രാഫ് ഇങ്ങനെ, ഈ ഗ്രാഫിൽ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് ചെറിയൊരു പോസിറ്റീവ് വാല്യൂ കാരം അല്ലെ. ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവ് കാരം. അപ്പോ ഇത് ഈ പോസിറ്റീവ് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് വാല്യൂ കാരം കൂടുതൽ. ഇതിന് കുറച്ചാലും നെറ്റ് ഇഫക്റ്റ് ഈ ബ്രാക്കറ്റിനുള്ളിൽ പോസിറ്റീവ് വാല്യൂ കിട്ടാം. ദെൻ ഡിനോമിനേറ്റർ ആൾറെഡി പോസിറ്റീവ് ആണ്, കാരണം എക്സിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഓവറോൾ ഈ 1-ന്റെയും ഈ ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റിന്റെയും ഇടയിൽ സ്ലോപ്പ് എന്താണ് വരിക? നെഗറ്റീവ് ആണ് വരിക. ക്ലിയർ? അപ്പോ ഇവിടെ എന്താണ് വരിക? സ്ലോപ്പ് വിൽ ബി നെഗറ്റീവ്. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെയും 3/2 ഇടയിൽ നോക്കാം. നോക്കിയാ 3/2 ഒരു സ്വല്പം കുറച്ചാൽ എന്താ വരിക? നോക്കിയാ 3/2 ഒരു സ്വല്പം കുറച്ചു. ദാറ്റ് മീൻസ് ആ ആംഗിൾ എവിടെ വരിക? തേർഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാല് അവിടെ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ ഇവിടെ 3π/2 ഒരു സ്വല്പം കുറവായിട്ടുള്ള വാല്യൂ അഥവാ പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെയും വരിക. ഇനി ഇവിടെ നോക്കാം 3π/2 ഒരു സ്വല്പം കുറവ്. 3π/2 ഇൻഫൈനൈറ്റ് ആണ്. അതിനേക്കാൾ ഒരു സ്വല്പം കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻഫൈനൈറ്റിന്റെ ആകും. വളരെ വലിയൊരു പോസിറ്റീവ് വാല്യൂ വരിക. അപ്പൊ ചെറിയ പോസിറ്റീവ് വാല്യൂന്ന് വലിയൊരു പോസിറ്റീവ് വാല്യൂ കുറച്ചു. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണ് വരിക? ഓവറോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഡിനോമിനേറ്റർ ആൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവിന്റെ നെഗറ്റീവ് ഓവറോൾ എന്തായി? ദ സ്ലോപ്പ് വിൽ ബി പോസിറ്റീവ്. അപ്പോ ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെയും 3/2 ഇടയിൽ സ്ലോപ്പ് എന്താ വരിക? സ്ലോപ്പ് വിൽ ബി പോസിറ്റീവ്. ക്ലിയർ? അപ്പൊ ഈ ഫസ്റ്റത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് ക്രിട്ടിക്കൽ പോയിന്റ് ആകും? സ്ലോപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? നെഗറ്റീവിൽ ഉണ്ടായിരുന്ന സ്ലോപ്പ് ഈസ് ചേഞ്ചിങ് ഇൻ ടു പോസിറ്റീവ്. അപ്പൊ സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഫസ്റ്റ് മിനിമത്തിന് നമ്മൾ എന്താ വിളിക്കുക? y1. അപ്പൊ ഈ പോയിന്റ് എന്താണ്? y1. ക്ലിയർ? അതായത് ഈ പോയിന്റ് എന്താ വരിക? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ y1 ആണ് വരിക. ക്ലിയർ? ദെൻ ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. നോക്കി ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാറ്റേണും കൂടി കിട്ടിയ ബാക്കിയുള്ള നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാം. ഒരേ പാറ്റേണിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതാ. നോക്കിയാ 2-നേക്കാൾ ഒരു സ്വല്പം കൂടി, 2-നേക്കാളും എക്സിന്റെ വാല്യൂ 2-നേക്കാൾ ഒരു സ്വല്പം കൂടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് 2π പ്ലസ് സംതിങ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഇവിടെ പോസിറ്റീവ്. ഇവിടെ എന്താ വരിക? 2π പ്ലസ് സംതിങ്. ഇത് ആൾറെഡി പോസിറ്റീവ് ആവും അല്ലെ. 2π എക്സിന്റെ വാല്യൂ 2-നേക്കാൾ ഒരു സ്വല്പം കൂടി പറഞ്ഞാൽ ഇത് പോസിറ്റീവ്. ദെൻ ഇവിടെ എന്താ വരിക? എക്സിന്റെ വാല്യൂ 2-നേക്കാളും ഒരു സ്വല്പം കൂടി. ഈ 2-ൽ എന്താണ്? 0 ആണ്. 2-നേക്കാൾ ഒരു സ്വല്പം കൂടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോസിറ്റീവ് വാല്യൂ കാരണം അല്ലേ.
അപ്പൊ ഇതൊരു ചെറിയൊരു പോസിറ്റീവ് വാല്യൂ 2π പ്ലസ് സംതിങ് എന്ന് ചെറിയൊരു പോസിറ്റീവ് വാല്യൂ കുറച്ചായി ഓവറാൾ ഇവിടെ പോസിറ്റീവ് ആണ് വരിക. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവ്. ദെൻ ഇവിടെ എന്താവും? അപ്പൊ രണ്ടിന്റെയും ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലോപ്പ് വിൽ ബി പോസിറ്റീവ്. ദെൻ ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റിനും 5/2 ഇടയിലുള്ള വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നോക്കിയാ 5/2 കുറവ് എന്നാൽ ക്രിട്ടിക്കൽ പോയിന്റിനേക്കാളും കൂടുതൽ. 5/2 കുറവ് എന്ന് പറഞ്ഞാൽ എവിടെ വരിക നോക്കിയാ? ഇവിടെ π/2, ഇവിടെ 3π/2, 5π/2 ഇവിടെ വരും. 5π/2 ഒരു സ്വല്പം കുറവ് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ആംഗിളാണ് വരിക. ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ ഈ കോസ് എന്തായി? പോസിറ്റീവായി, ഡിനോമിനേറ്ററും പോസിറ്റീവായി. ഇവിടെ 5π/2 സംതിങ് വരും അല്ലെ? 5π/2 സംതിങ് അല്ല, 5π/2 ഒരു അല്പം കുറവ്, സ്ലൈറ്റ്ലി ലെസ് ദാൻ 5π/2 വരും. ദെൻ ഇതെന്താ വരിക നോക്കിയാ? ഇതാണ് 5/2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. 5/2 ഒരു സ്വല്പം കുറവ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ വിൽ ബി ലാർജ് പോസിറ്റീവ് വാല്യൂ വരിക. ഗ്രാഫ് എന്ന് വളരെ ക്ലിയർ ആണ്. ഈ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വൺ വിൽ ബി ലാർജ് പോസിറ്റീവ്. ഇത് വളരെ വലിയൊരു പോസിറ്റീവ് വാല്യൂ ആണ് വരിക. അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പോ ഇൻ ഇഫക്ട് ഈ ക്വാണ്ടിറ്റി f dash of x വിൽ ബി എ നെഗറ്റീവ് ആണ്. അപ്പോ ഇവിടെ എന്താണ്? നെഗറ്റീവ്. ക്ലിയർ? ഇപ്പൊ നമുക്കൊരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് പിന്നെ മൈനസ്. അപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് കാരണം? മൈനസ് പിന്നെ പ്ലസ്, പിന്നെ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അങ്ങനെ ഒരേ പാറ്റേണിൽ തന്നെ പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഈ പോയിന്റ് എന്താണ്? ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അപ്പോ ഫസ്റ്റ് ലോക്കൽ മാക്സിമത്തിന് എന്താ വിളിച്ച്? x1. അപ്പൊ ഇത് x1 അഥവാ രണ്ടിന്റെയും 5/2 ഇടയിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്. ദിസ് പോയിന്റ് എന്താണ്? x1. ക്ലിയർ? ദെൻ സിമിലർലി ഇവിടെ ഇതെന്താണ് വരിക? ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പോസിറ്റീവ് ആണ് ചേഞ്ച് ചെയ്തത്. സോ ദിസ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. സെക്കൻഡ് മിനിമ ഏതാണ്? y2. അപ്പോ ഇവിടെ 3ന്റെയും 7/2 ഇടയിൽ ദിസ് പോയിന്റ് ഈസ് y2. ക്ലിയർ? ഇത് y1, ഇത് x1, ഇത് y2. Then similarly ഇനി നോക്കിയാ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താ വരിക? 4ന്റെയും 4.5 അടിയിൽ ദിസ് വൺ. ഇതേതാ വരിക? ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണ് ചേഞ്ച് ചെയ്യണത്. സ്ലോപ്പ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ചേഞ്ച് ചെയ്യാണെന്ന് പറഞ്ഞാൽ ദാറ്റ് പോയിന്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. സോ ദിസ് പോയിന്റ് വിൽ ബി x2, സെക്കൻഡ് മാക്സിമം അല്ലെ? x2. അപ്പൊ കിട്ടി. ഇനി വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നയിപ്പുള്ളൂ, ബാക്കിയുള്ളൊക്കെ സിമ്പിളാ. നോക്കിയാ x1 ലെസ് ദാൻ y1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിയാ x1 എവിടെ കിട്ടിയ? x1 2ന്റെയും 2.5 അടക്കാം. y1 കിട്ടിയ 1ന്റെയും 1.5 അടക്കാം. x1 ആണ് y1നേക്കാളും കൂടുതൽ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ xn എന്ന് പറഞ്ഞാൽ 2n-ന്റെയും 2n പ്ലസ് ഹാഫിന്റെ അടക്കാണോ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ x1 എവിടെയാണ്? 2ന്റെയും 2.5 അടക്കാം. n-ന് 1 കൊടുത്താൽ 2ന്റെയും 2.5 അടക്കാണ്, ശരിയാണ്. ദെൻ x2 എവിടെയാണ്? 4ന്റെയും 4.5 അടക്കാം. n-ന് 2 കൊടുത്താൽ 4ന്റെയും 4.5 അടക്കാണ്, ശരിയാണ്. അപ്പൊ എന്താണ്? ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് xn വിൽ ബി ലേയിങ് ബിറ്റ്വീൻ 2n and 2n പ്ലസ് ഹാഫ്. അവ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? വളരെ 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 ശരിയാണ്. ദെൻ തേർഡ് ഓപ്ഷൻ നോക്കാം. മോഡ് ഓഫ് xn മൈനസ് yn ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞത്. നമുക്ക് ശരിയാണോ നോക്കാം. നോക്കിയാ x1 കൊടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാല് അഥവാ x1-ഉം y1-ഉം തമ്മിലുള്ള ദൂരം 1-നേക്കാളും കൂടുതലാണോ വരാന്ന് ചെക്ക് ചെയ്താൽ മതി. നോക്കിയാ x1 എവിടെയുള്ള മക്കളെ? ഇതാണ് x1 അല്ലേ? y1 ഇതുമാണ്. x1-ഉം y1-ഉം തമ്മിലുള്ള ദൂരം അഥവാ ഈ പോയിന്റ് എന്ത് ചെയ്യുക? ഞാൻ ഹൊറിസോണ്ടൽ ഒരു ലൈൻ അങ്ങനെ വരക്കുക. ഈ ലൈൻ നമുക്ക് മുട്ടുന്നത് വരെ. ഇതാണ് x1-ഉം y1-ഉം തമ്മിലുള്ള ദൂരം. ഇത് 1-നേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്താൽ മതില്ലേ? നോക്കിയാ ഈ രണ്ട് കർവുകൾ തമ്മിലുള്ള ദൂരം, ദാറ്റ് മീൻസ് അതിന്റെ ബാൻഡ് വിഡ്ത്ത് 1 അല്ലേ വരിക? കാരണം tan x-ന്റെ ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫുകൾ തമ്മിലുള്ള നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ π കാരണം ഇവിടെ tan πx ആ. അപ്പോ ആ ഡിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ π. അഥവാ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് കാരണം. പക്ഷെ നമുക്ക് ഈ ലൈൻ സെഗ്മെന്റിന്റെ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് x1 മൈനസ് y1. ഇത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഇൻ ജനറൽ ഇക്കെന്ത് പറയാം? മോഡ് ഓഫ് xn മൈനസ് yn വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. ഇത് വളരെ 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 ശരിയാണ്. ക്ലിയർ? ഇത് ഗ്രാഫിക്കലി നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെയുള്ള ദൂരം 1,
ഇത് കുറച്ചും കൂടി ഒരു തുള്ളിയും കൂടെ ഉണ്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. ഈ ലാസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞത്? xn + 1 - xn. അഥവാ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? x2 - x1 തമ്മിലുള്ള ദൂരം കണ്ടാൽ മതി. x2 എവിടെയുള്ള മക്കളെ? ഇവിടെ 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 ഇവിടെ. x1 ഇവിടെ ഉണ്ട്. x1 ഓക്കെ ഫൈൻ. ഇത് x1. ദെൻ x2 എവിടെ ഉള്ളത്? ഇതാണ് x2. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഹൊറിസോണ്ടലി ഒരു ലൈൻ അങ്ങനെ വരക്കും. ഈ ലൈനും വെക്ക്. ഇതാണ് x2 - x1 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ആണ്. ഇത് രണ്ടിനേക്കാളും കൂടുതലാണെന്നാ പറഞ്ഞത്. ശരിയാണ്. നോക്കാം. ഈ വിഡ്ത്ത് എത്ര വരിക? ഇത് 1 യൂണിറ്റ്. ഈ വിഡ്ത്ത് ഇത് വരെയുള്ള വിഡ്ത്ത് എത്ര വരിക? ഇതും 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്. അപ്പൊ ഇത് മുതൽ ഇതുവരെ 2 യൂണിറ്റ്. നമുക്ക് x2 - x1 എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാൾ ഒരു സ്വല്പം കൂടുതലാണ്. കാരണം ഈ ലൈൻ സെഗ്മെന്റ് ലെങ്ത് രണ്ടിനേക്കാൾ ഒരു സ്വല്പം കൂടുതൽ വരുന്നുണ്ട്. അപ്പോ ഇൻ ജനറൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? xn + 1 - xn will be slightly greater than 2. കറക്റ്റ്. ഓപ്ഷൻ 4 എന്താണ്? വളരെ 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 ശരിയാണ്. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങൾ എന്തൊക്കെ വരിക? 2, 3 and 4. ഇത് ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറെ കൺസെപ്റ്റും ആവശ്യമാണ്. പ്രോബ്ലം എന്താണ്? ലെങ്തി ആണ്. പിന്നെ ട്രാൻസ്കാൻഡൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയണം. പിന്നെ കുറച്ച് ഗ്രാഫ് ട്രാൻസ്ഫോർമേഷൻ അറിയണം. കാരണം tan x ന്റെ ഗ്രാഫ് അറിഞ്ഞാൽ മാത്രം പോരാ, tan pi x ന്റെ ഗ്രാഫ് എങ്ങനെ വരാന്ന് അറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിയലി എ ഗുഡ് പ്രോബ്ലം. സോ ഐ വിൽ റൈറ്റ് this problem out of 5. Very good problem. Clear?